ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മീ രഹ്ന. അപ്പോൾ നമ്മൾ 7 ഡേയ്സ് സ്കിൻ കെയർ ചലഞ്ചിൻ്റെ ഡേ 4 ആണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എക്സ്ഫോളിയേഷൻ ആൻഡ് ടാൻ റിമൂവലാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ചാനലിൽ പോയിട്ട് വീഡിയോസ് കണ്ടിട്ട് ഇത് 4th ഡേ ആണ്, എന്നിട്ട് ഇത് കാണുക. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 7 ഡേയ്സ് സ്കിൻ കെയർ ചലഞ്ച് ഡേ 4. അപ്പോൾ ഗായ്സ്, നമ്മൾ ചെറുപയർ വെള്ളത്തിൽ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ചെറുപയർ പൊടി എടുത്താലും മതി. ഇനി അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഒലീവ് ഓയിൽ. ഇനി ഒലീവ് ഓയിൽ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ആക്കിയാലും മതി. ഇതിപ്പോൾ ഏകദേശം ഈ പരിവായിട്ടുണ്ട്. ഇങ്ങനെ മതി. ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗൈസ്, മുഖം വാഷ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഹെഡ് ബാൻഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്ത് അപ്ലൈ ആക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പതിയെ പതിയെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു മീഡിയം ലെവലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സർക്കുലർ മോഷനിൽ അപ്ലൈ ആക്കാം. ഞാനിപ്പോൾ കൈ കൊണ്ടാക്കിയാണ്, ഇതിൽ ചളിയാവും, അതാണ് സ്പൂൺ കൊണ്ടാക്കുന്നത്. ഈ ചെറുപയർ നമ്മൾ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ, ടാൻ റിമൂവലിന്, ഒരു ഗ്ലോ തരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനം കേട്ടോ. നമ്മളിന്ന് ടാൻ റിമൂവൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ചെറുപയർ എടുത്തത്. പിന്നെ കോഫി പൗഡർ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നെസ് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കോഫി പൗഡർ. പിന്നെ നമ്മുടെ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം. അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് ഒന്നുകൂടെ ഹൈഡ്രേഷനും ഒരു നറിഷ്മെൻറ്റൊക്കെ തരാൻ, അതുപോലെ ഒരു സൂത്തനാക്കാനൊക്കെയാണ് നമ്മൾ ഓയിൽ യൂസ് ആക്കുന്നത്. അപ്പോൾ എന്തായാലും മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ ക്ലൈമറ്റ് നല്ല രസമുണ്ട്. വല്ലാണ്ട് മഴയും പെയ്യുന്നില്ല, എന്നാൽ വെയിലും ഇല്ല. ഒരു മൂടി കൊണ്ടുള്ള ക്ലൈമറ്റ്. എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല സുഖമാണ് ഇപ്പോൾ ഇരിക്കാൻ, കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമുള്ള ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റ് കേട്ടോ. പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്തായാലും മുഖം നന്നായിട്ട് ക്ലൻസ് ചെയ്തതിന് ശേഷം മാത്രം പാക്ക് അപ്ലൈ ചെയ്യുക. അത് എന്ത് പാക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ക്ലെൻസ് ചെയ്യണം, എന്നിട്ട് മാത്രം അപ്ലൈ ചെയ്യാം. പിന്നെ ഗൈസ്, ഞാൻ ഇന്നലെ ഒരു സോങ് കേട്ടു നമ്മുടെ യൂട്യൂബിൽ. എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളി സോങ്ങാണ്. കായലോരം പറഞ്ഞിട്ട് നിങ്ങളധികം പേര് കേട്ടിട്ടുണ്ടാവും. ഞാനൊരു റീൽ കണ്ടിട്ടാണ് അത് എടുത്ത് നോക്കിയത്. അപ്പം എന്താ പറയുക, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സോങ്ങാണ്. എന്തായാലും കണ്ടു കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമായി, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി കഴുത്തിൽ അപ്ലൈ ആക്കാം. എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും പഴയ ഡ്രസ്സ് ഇട്ട് അപ്ലൈ ചെയ്യുക. പുതിയ ഡ്രസ്സൊന്നും ഇടാൻ നിൽക്കല്ലേ. കാരണം നമ്മളെ ഡ്രസ്സ് ചീത്തയായിപ്പോഴും. എന്തായാലും ഈ സാധനങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ കഴുത്തിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും ഡ്രസ്സിലാവും. അപ്പോൾ ഡ്രസ്സ് ചീത്തയാവും. അപ്പോൾ നമ്മൾ പഴയ ഒരു ഡ്രസ്സ് ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്.
നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് വെച്ചാൽ മതി. ഒരു 10 to 15 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഗൈസ്, നമ്മൾ പാക്ക് അപ്ലൈ ആക്കിയിട്ടുണ്ട് ആൻഡ് ചെറുതായിട്ട് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുപയർ പൊടി, അതുപോലെ തന്നെ കോഫി പൗഡർ, ഓയിൽ, ഇതെല്ലാം നിങ്ങളുടെ മുഖത്തുള്ള ഡെഡ് സ്കിന്ന് മാറ്റി ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് തരാനും അതുപോലെ തന്നെ നല്ലൊരു എക്സ്ഫോളിയേഷൻ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കോഫി പൗഡറിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമ്മളെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യും, ഡ്രൈനെസ് ഒക്കെ മാറ്റി നന്നായിട്ട് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ചെറുപയർ പൊടിയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഷവറിങ് ജെല്ലിന് പകരം ബാത്ത് പൗഡറായിട്ട് നമുക്ക് ചെറുപയർ പൊടി യൂസ് ആക്കാവുന്നതാണ്. പണ്ട് കാലങ്ങളിൽ എല്ലാവരും യൂസ് ആക്കിയിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ചെറുപയർ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഹീൽ ചെയ്യാൻ ഹെൽപ്പാക്കുന്ന ഒരു സാധനമാണ്. ഓയിൽ കൺട്രോളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ ജെന്റ്ലി സ്ക്രബ് ചെയ്യുക, റഷായിട്ട് ഹാർഷായിട്ട് സ്ക്രബ് ചെയ്യാനേ നിൽക്കരുത്. അത് നിങ്ങളുടെ മുഖത്ത് എന്താ പറയുക, ഒരു സ്ക്രാച്ച് അല്ലെങ്കിൽ മുഖത്തിനത്ര നല്ലതല്ല. അപ്പോൾ നന്നായിട്ടൊരു ജെന്റ്ലി സ്ക്രബ് എല്ലാം കൊടുത്ത് നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് എന്താ ലെവലിൽ നോക്കാം. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. ഗൈസ്, ഓക്കെ, ഒറ്റ യൂസിൽ ഇന്നലെ അടിപൊളി റിസൾട്ടാണ്. നല്ല ഗ്ലോ ആയിട്ടുണ്ട്, നന്നായിട്ടായിട്ടുണ്ട്. ടാന് അടിപൊളിയായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നോ? പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ റിക്വസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ ഒക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ല ഡൗട്ടാണെങ്കിൽ അതും ക്ലിയർ ചെയ്തതായിരിക്കും. പിന്നെ നാളെ Day 5 വീഡിയോ ആയിട്ട് വരും. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ Day 4 തന്നെ നല്ല വ്യത്യാസം എനിക്ക് കാണുന്നുണ്ട്. കാരണം Day 1 ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മുഖത്ത് ഭയങ്കര ടാൻ ഉണ്ടായിരുന്നു. പക്ഷേ Day 4 ആയപ്പോൾ തന്നെ നല്ല ഗ്ലോ ആയിട്ട് എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇവിടേക്ക് നല്ല ഗ്ലോ ഉണ്ട്, നല്ല ടാനും റിമൂവ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാൻ. പിന്നെ നമ്മൾ ഗോൾഡൻ റൂൾസ് ഓർമ്മ വെക്കുക. അതായത് 2 to 3 ലിറ്റർ വാട്ടർ കുടിക്കുക, എപ്പോഴും ക്ലെൻസ് ചെയ്യുക, ഡെയിലി ക്ലെൻസ് ചെയ്യണം. അതുപോലെ മോയ്സ്ചറൈസർ എപ്പോഴും അപ്ലൈ ചെയ്യുക. പിന്നെ എന്ത് പാക്കറ്റ് ചെയ്താലും നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഹൈഡ്രേഷൻ അത് ലോക്ക് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നന്നായിട്ട് ഉറങ്ങുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞു, കാരണം നമ്മൾ മൈൻഡ് ഹാപ്പി ആകുമ്പോൾ നമ്മുടെ ബോഡിക്ക് തന്നെ ഭയങ്കര ചേഞ്ചസ് കാണും. നമ്മുടെ ബോഡിയിൽ ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് കാണാൻ തുടങ്ങും. മുഖത്ത് ടച്ച് ചെയ്യുന്നതാണെങ്കിൽ അത് കുറയ്ക്കുക, നല്ലപോലെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കുറയ്ക്കുക. കാരണം നമ്മൾ കയ്യിലെപ്പോഴും നമ്മൾ കഴുകിയിട്ടല്ല ടച്ച് ചെയ്യുക. അപ്പോൾ ഈ കയ്യിലുള്ള അഴുക്ക് നമ്മൾ മുഖത്ത് വന്നിട്ട് അത് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് കിടന്ന് പിമ്പിൾസ്, ആക്നെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളത്തെ Day 5 വീഡിയോ ആയിട്ട് കാണാം. ഇനി നമുക്ക് 3 ഡേ കൂടിയ ചലഞ്ചിൻ്റെ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും കോൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, എനിക്കതാണ് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക, യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നോ എല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.